ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് എന്തോ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നത്? പത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വാക്ക്? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? പറ, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? അത് രണ്ടും കൂടെ ഷെയർ ചെയ്യില്ലല്ലോടാ. നീ ആദ്യം പറഞ്ഞത് സാധനങ്ങളുടെ വില കൂടുന്നെന്നും രണ്ടാമത് പറഞ്ഞ പണപ്പെരുപ്പെന്നുമാണ്. ഓക്കെ, അത് വില കൂടിയത് എനിക്ക് മനസ്സിലായി. അതിനെ എങ്ങനെ പണപ്പെരുപ്പം എന്ന് വിളിക്കാൻ നോക്കുക? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പണപ്പെരുപ്പം എന്ന് വിളിക്കുക? പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? പണം ഒരുപാട് ഉണ്ടാവണം. ആ, ഓക്കെ, സെറ്റ്. ഓക്കെ, അവൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല, മനസ്സിലാവാത്തവരോട്ടിരിക്കുക. മനസ്സിലായെന്ന് തലയാട്ടിയവരുണ്ട്. പറ, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഞാൻ കണ്ടു തലയാട്ടല്. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ആ, ഓക്കെ. സോ ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് കിട്ടിയില്ലേ? അതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഇറ്റ്സ് ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ്, വാക്കുകൾ ശ്രദ്ധിക്കണം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ് ആണ് ആദ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ വരേണ്ട സാധനം. Okay, right now what is the condition of inflation in India? മിഥുന പറഞ്ഞു കൂടുതലാണ്. See, how or why are you saying that? Food prices right now it is increasing. അല്ലേ? 1 kilogram of carrot cost around 140 rupees. ഫുഡ് പ്രൈസസ് മൊത്തം കൂടുതലാണ്. നിങ്ങൾ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ പോയി നോക്കിയാൽ കാണാം, ചിക്കൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ഞങ്ങൾ ബില്ലിൽ ചെറിയൊരു വർധന വരുത്തുന്നു എന്നും പറഞ്ഞ് എല്ലാ ഹോട്ടലിലും എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ? പണ്ട് സംസമിലെ സ്ഥിരം കാഴ്ചയായിരുന്നത്. സംസമിൽ അവരിങ്ങനെ എഴുതി ഒട്ടിക്കുമായിരുന്നു. പിന്നെ എല്ലാ ഹോട്ടലുകാരും അത് കോപ്പി അടിച്ചു തുടങ്ങി. ഓക്കെ, അപ്പം ഫുഡ് പ്രൈസസ് റൈറ്റ് നൗ ഈസ് ഇൻക്രീസിങ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ദെയർ. ബട്ട് when it comes to other things, see, inflation is right now under control. But food inflation right now is not under control. Okay, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആണ്, നോട്ട് ഇൻ ദി കേസ് ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചേ, ഇപ്പം തന്നെ പഠിച്ചേ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. സോ ത്രൂ ഇൻഫ്ലേഷൻ വി നോസ് ഹൗ മച്ച് ദി പ്രൈസസ് ഓഫ് എ പ്രൊഡക്റ്റ് ഹാസ് ഇൻക്രീസ്ഡ്. എത്രമാത്രം വില കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇൻഫ്ലേഷനിൽ കൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി ഇൻഫ്ലേഷനെ കുറച്ചും കൂടെ ഡെപ്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് നോക്കിക്കേ. ഞാൻ സാധനം കാണിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിന് ഓരോ പോർഷനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഡിപ്രഷൻ. ഓക്കെ, ഈ പോർഷൻ്റെ പേര് പറ. ഇതാദ്യം പറ. ഇത് പറ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? അപ്പം അത്രയത്തിൽ കൂടെ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? സി, ഇൻഫ്ലേഷൻ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ്. ഓക്കെ, ആക്സിസ് ഓഫ് ബിടെക്. പറഞ്ഞോ, ആക്സിസ് എന്തൊക്കെയാ? ഓക്കെ, സെറ്റ്. പ്രൊസീഡ് ചെയ്തോട്ടെ. ഓക്കെ, സി, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്. ഈ ഗ്രാഫിൽ ഈ പോർഷനാണ് ഇൻഫ്ലേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ദി എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ആൻ ഇൻഫ്ലേഷൻ പീരീഡ്? ഇൻഫ്ലേഷൻ പീരീഡിൽ എംപ്ലോയ്മെൻറ്റിന് എന്ത് സംഭവിക്കും? ലോജിക്കലി കണക്ട് ചെയ്യും.
സാലറി ഹൈക്ക് ഉണ്ടാവും. ഹൗ? ഇല്ലെങ്കിൽ പറയുമ്പം എമൗണ്ട് കൂടും. ലോജിക്കലി ചിന്തിക്കുക. ഓക്കെ, അതിലേക്ക് വരാം. അതിലേക്ക് പിന്നെ വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, increase, rate of increase is denoted as inflation. Okay, suppose this is 0. Okay, from 0 the economic activity or the price is rising and it reaches a particular point and then it starts to decrease. ഇൻഫ്ലേഷൻ ഒരിക്കലും ഇങ്ങനെ അങ്ങ് പോകത്തില്ല. എല്ലാ എക്കണോമിയിലും അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ താഴ്ന്നേ പറ്റൂ. താഴാൻ വേണ്ടിയിട്ട് അതാത് സർക്കാരുകൾ സ്റ്റെപ്പ് എടുക്കും. ഓക്കെ, അങ്ങോട്ട് വരാം. നിൽക്കി, ആദ്യം നമുക്കിത് ബേസിക്സ് കഴിഞ്ഞിട്ട് മനസ്സിലായോ? വരാം. അവിടെ നിന്റെ ആ ഡൗട്ട്, നിന്റെ വെനസ്ഡേ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് തീർക്കാം. ആദ്യം ബേസിക്സ് പഠിക്കാം. ഇവിടെ ബേസിക്സ് ആയിട്ട് ഒന്നിനും അറിയത്തില്ല അല്ലേ ആര്യ രാജേന്ദ്ര? അപ്പം റേറ്റ് ഓഫ് ഇൻക്രീസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. Okay, and when it reaches a maximum point, it starts to decrease. Okay, this particular process till it reaches 0 is known as disinflation. So something has got inflated and then we are releasing. ഒരു ബലൂണ് ഭയങ്കരമായിട്ട് വീർപ്പിച്ചു എന്ന് കരുതാം. നോർമലായിട്ടിരുന്ന ബലൂണിനെ കുറേ കാറ്റടിച്ച് വീർപ്പിച്ചു. ഓക്കെ, ഇവിടെ ഒരു ബലൂൺ വാങ്ങി. ഇതൊരു ബലൂൺ ആയിരുന്നു, നോർമൽ മോഡിൽ ഇങ്ങനെ ഇരിക്കുക, അടിച്ച് വീർപ്പിച്ചു. സോ ദിസ് ഈസ് ഇൻഫ്ലേഷൻ. മനസ്സിലായോ? ദിസ് ഈസ് ഇൻഫ്ലേഷൻ. ഞാൻ ഇതിനെ തിരിച്ച് ഈ പരുവത്തിലേക്ക് കൊണ്ടുവരുക, ദാറ്റ് ഈസ് ഡിസിൻഫ്ലേഷൻ. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയല്ലോ. പ്രൈസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നു ആൻഡ് ഇറ്റ് ഹാസ് റൈസൺ ടു എ ന്യൂ ലെവൽ. സോ ദാറ്റ് പ്രോസസ് ഈസ് ഇൻഫ്ലേഷൻ. And it has come back to the previous level. So that is disinflation. എക്സ്ട്രാ കയറി അത്രയും കാറ്റിനെ അഴിച്ചു വിട്ട് നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. ഓക്കെ, ഇനിയും ഇപ്പോഴും ഇതിനകത്ത് കാറ്റുണ്ടല്ലോ, ഇത് വീണ്ടും അഴിച്ചു വിട്ടൂടെ? ഇത് വീണ്ടും അഴിച്ചു വിട്ട് ഇങ്ങനെ ആക്കി. ദിസ് ഈസ് ഡീഫ്ലേഷൻ. ഉള്ള കാറ്റിനെ മുഴുവൻ അഴിച്ചു കളഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുത്തിയ സാധനത്തിന് ഡീഫ്ലേഷൻ എന്ന് പറയും. ഒരു ബലൂണ് ആദ്യം കുറച്ച് കാറ്റുണ്ട്, അഴിച്ച് പിന്നെയും കാറ്റ് കയറ്റി വലുതാക്കി, ഇൻഫ്ലേഷൻ. തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നു, ഡിസിൻഫ്ലേഷൻ. ഉള്ള കാറ്റ് മുഴുവൻ കളഞ്ഞു, ഡീഫ്ലേഷൻ. തിരിച്ച് പഴയ പരുവത്തിലേക്ക് കൊണ്ടുവന്നു, റീഫ്ലേഷൻ. ടേംസ് എല്ലാം മനസ്സിലാക്കിയല്ലോ. ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് റീഫ്ലേഷൻ, ഇങ്ങോട്ട് വന്നു ഡീഫ്ലേഷൻ. ഇത് രണ്ടും മനസ്സിലാക്കുക. ഡീഫ്ലേഷനും ഡിസിൻഫ്ലേഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ബാക്കി രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. Disinflation means from the maximum level it is coming back to the previous level. Okay, maximum to the previous level. So that is disinflation. Deflation means it's going below its normal level. That's deflation. And regaining its normal level again is reflation. Idea കിട്ടിയോ? ഓക്കെ അല്ലേ? ഡീഫ്ലേഷനും ഡിസിൻഫ്ലേഷനും ഇനി തെറ്റത്തില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. ക്ലാസ് എഴുന്നേപ്പിച്ച് ഞാൻ നിർത്തും. മറ്റേ പഴയവർക്ക് ഹാൻഡ്സപ്പ് ഒക്കെ അടിച്ച് അവിടെ ഞാൻ നിർത്തിക്കും കേട്ടോ. ആണക്കേടാ ഇത്രയും വലുതായിട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ. ഇതിവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ഈ എക്കണോമിക് ആക്ടിവിറ്റി ആസ്പെക്റ്റിലേക്ക് വരാം. അതിനു മുമ്പ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ്? പറഞ്ഞോ. ഡിമാൻഡ് പുള്ള്. ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുള്ള്. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് പുഷ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് കേട്ടോ. തേർഡ് വൺ നമ്മളിവിടെ പഠിച്ചെന്താ? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ കുഞ്ഞ്? അല്ല, നിന്റെ പറയും പേരെന്തോടെ കൂട്ടാ? ആശ പറ. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ലെങ്ത് കൂടുന്നു. അപ്പോൾ ഷാഫി നല്ല കറക്റ്റായിട്ട് വെട്ടിപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നതല്ലേ? പറ.
നിനക്കറിയാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു. പറഞ്ഞു അറിയാവുന്ന രീതി പറ. അത്രേ ഉള്ളൂ. വിലക്കയറ്റം അല്ലെങ്കിൽ വിലക്കയറ്റം തോത് കൂടുന്നു. റേറ്റാണ് നമ്മൾ തോത്, വിലക്കയറ്റത്തിൻ്റെ തോത് കൂടുന്നു. അതാണ് മെയിൻ വിഷയം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ്, തോത്. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പം വില കൂടുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ, ചുമ്മാ വില കൂടത്തില്ലല്ലോ. അതാണ് ഈ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഡിമാൻഡ് പുള്ള്, കോസ്റ്റ് പുഷ്. പുഷും പുള്ളും തമ്മിൽ തിരിച്ചറിയാതെ ആരും ഇല്ലല്ലോ. എന്തോ ഒരു ഡൗട്ട് അവിടെ ഉണ്ട് അല്ലേ? എന്നാ പറ. സെറ്റ്. അപ്പം ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. സോ ഡിമാൻഡ് ഈസ് പുള്ളിങ് ദി പ്രൈസസ്. അതെങ്ങനെയാ? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ മീൻസ് ഡിമാൻഡ് ഈസ് പുള്ളിങ് അപ്പ് ദി പ്രൈസസ്. ഡിമാൻഡ് കാരണം പ്രൈസസ് കൂടുന്നു. ഈ വാക്ക് നിങ്ങളെല്ലാം എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് എക്കണോമിക്സ് എവിടെ പഠിച്ചാലും അവിടെയൊക്കെ ഡിമാൻഡ് 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 എന്ന് പറഞ്ഞ സാധനം കയറി വരും. എക്കണോമിക്സ് ഇസ് ഓൾ അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, സോ ഡിമാൻഡ് ഈസ് പുള്ളിങ് അപ്പ് ദി ഇൻഫ്ലേഷൻ ഓർ പുള്ളിങ് അപ്പ് ദി പ്രൈസസ്. ഹൗ? സാധനങ്ങളുടെ കുറവ് കാരണമാണോ ഡിമാൻഡ് കൂടുന്നത്? ആവശ്യക്കാർ കൂടുന്നതിനെ ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത്. ഹൗ? പറ. അതാണ് നോർമലി നമ്മുടെ ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാ? വെൻ വി ഹാവ് ലോട്ട് ഓഫ് മണി, റൈറ്റ്? ഞാനൊരു നോർമൽ എംപ്ലോയി ആണ്. മൈ മന്ത്ലി സാലറി ഈസ് 30,000. ഓക്കെ, in that case I will not demand an iPhone. നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? മന്ത്ലി 30,000 കിട്ടുന്നു, വീട്ടിൽ ചിലവ് എല്ലാത്തിനും കാശ് പോകണം. സോ ബാക്കി എനിക്കൊരു ഐഫോൺ മേടിക്കാനുള്ളതില്ല. സോ ഇൻ ദാറ്റ് കേസ് ഐ വിൽ ഡിമാൻഡ് ഓൺലി ആൻ ആൻഡ്രോയിഡ് ഫോൺ, നോർമൽ ആൻഡ്രോയിഡ് ഫോൺ ബിലോ 20,000 or 15,000. Okay, but suppose my monthly salary gets hiked to 1 lakh. What will happen? Surely I will go for iPhone. കാരണം എൻ്റെ ഏണിങ്, എൻ്റെ കയ്യിലുള്ള മണി കൂടിയപ്പം എൻ്റെ ഡിമാൻഡ് കൂടി അല്ലേ? വേറെ എക്സാമ്പിൾ എടുക്ക്. നിങ്ങൾക്ക് ഒരു നോർമൽ ജോലിയുള്ളൂ, ഒരു ഹോണ്ട ആക്റ്റീവയോ വല്ലതൊക്കെ നമ്മൾ മേടിക്ക് ഓടിച്ചങ്ങ് പോകും. നിങ്ങൾക്ക് ഹെവി സാലറി കിട്ടിയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ആമ്പിള്ളേരാണെങ്കിൽ പുതിയ തരം സാധനങ്ങളിലേക്ക്, എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊരു വണ്ടി ഭ്രാന്തനല്ലാത്തതുകൊണ്ട് എനിക്ക് പുതിയ ബൈക്കുകളുടെ ഒന്നിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, മറ്റേ കൂടിയ വണ്ടികളൊക്കെ കാണത്തില്ല ഇങ്ങനെ കട്ടാന്ന് പോകുന്ന സാധനങ്ങൾ. അപ്പോൾ അതിലോട്ടൊക്കെ പോവും. പെമ്പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഒരു കാറിലോട്ടൊക്കെ പോവും. ഇപ്പോൾ കോമറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇലക്ട്രിക് വെഹിക്കിളാണ് കോമറ്റ്. കൂടുതലും ട്രിവാൻഡ്രം സിറ്റിയിൽ പെൺകുട്ടികൾ അത് ഓടിച്ചു കാണുന്നത്. അപ്പോൾ അതിലേക്ക് പോവും. എന്തുകൊണ്ടാ? നമ്മുടെ കയ്യിലുള്ള മണി കൂടി. സോ ദി മണി സപ്ലൈ ഹാസ് ഇൻക്രീസ്ഡ്. Okay, that will get transferred to an increase in demand. So an increase in money supply increases the demand. That is demand pull inflation. അപ്പോൾ എങ്ങനെയാ ഡിമാൻഡ്, മണി സപ്ലൈ കൂടി, ഡിമാൻഡ് കൂടി, അതുകൊണ്ട് എങ്ങനെയാണ് പ്രൈസ് കൂടുന്നത്? ഇപ്പം അവർ പറഞ്ഞ ലോജിക്കാണ്. ഡിമാൻഡ് കൂടുമ്പോൾ ഇപ്പം ഇവിടെ ഡിമാൻഡ് കൂടിയത് പെട്ടെന്നൊരു മൊമെൻറ്റിൽ കമ്പനികൾ അറിയണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരത്തെ ഇൻഫോസിസിൽ എല്ലാവർക്കും പെട്ടെന്ന് സാലറി കൂട്ടി. ഇതൊന്നും ആപ്പിൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആപ്പിൾ അറിയുന്നത് എപ്പോഴാ? ഇവിടുത്തെ ഷോറൂമുകളിലേക്ക് ഐഫോണിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് അവർ അറിയുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ ഒരു കമ്പനി എല്ലാവർക്കും സാലറി കൂട്ടി. അപ്പോൾ എന്ത് പറ്റും? എല്ലാവരും കൂടെ ഐഫോൺ മേടിക്കാൻ ഓടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അതിനൊത്ത സപ്ലൈ ഉണ്ടാവത്തില്ല. അപ്പോൾ പ്രൈസ് കൂടും. മനസ്സിലായോ? So when the money supply increases, demand increases. Okay,
And if there is not enough supply to maintain this demand, then naturally the price will rise. ഐഡിയ കിട്ടിയോ? മണി സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിനൊത്ത് സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് കൂടും, അല്ലേ? ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ? ഡിമാൻഡിനൊത്ത് നമ്മൾ ഡിമാൻഡ് ഇപ്പോൾ 100 പേര് ചെന്നൊരു സാധനം മേടിക്കാൻ നിൽക്കുന്നു, അവിടെ 20 എണ്ണമേ ഉള്ളൂ, സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടും. ഡിമാൻഡിനൊത്ത് സപ്ലൈ ഇല്ല. അപ്പം ഡിമാൻഡ് എന്തുകൊണ്ട് വരുന്നു? ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. ഇവിടാണ് നീ പറഞ്ഞ പണപ്പെരുപ്പം എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, പണപ്പെരുപ്പം നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, സി ഹൗ ആൻഡ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ക്യാൻ ഹാപ്പൻ ഇൻ ആൻ എക്കണോമി. പറ എങ്ങനെയൊക്കെ? ഒരെണ്ണം ഈസി അല്ലേ? ബൈ ഇൻക്രീസിങ് സാലറീസ്. ഹൗ 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 ഓക്കെ. ഓണം ബോണസ്, ക്രിസ്മസ് ബോണസ്, പെരുന്നാൾ ബോണസ് ഇതൊക്കെ നമ്മുടെ കേരള സർക്കാർ കൊടുക്കാറുണ്ട്, അല്ലേ? സോ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഇൻക്രീസിങ് മണി സപ്ലൈ. ദെൻ ഹൗ ദി ഗവൺമെൻറ് ഇൻക്രീസസ് മണി സപ്ലൈ ഇൻ ആൻ എക്കണോമി? ദർ ആർ ഡിഫറെൻറ്റ് വേസ്. ദിസ് ഈസ് ആൻ ഇൻസെൻറ്റീവ്, ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറയുന്നത്. ലോൺ സിമിലർ, വേറെ രീതി കൂടെ. ലോട്ടറി നമുക്ക് പറയാൻ നോക്കില്ല, അങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വേറെ മാർഗം പറ. സി ഡ്യൂറിങ് കോവിഡ് ടൈം, സി അവർ എക്കണോമിക് ആക്ടിവിറ്റി വെന്റ് ഡൗൺ ആൻഡ് ഓൺ ദി നെക്സ്റ്റ് ബഡ്ജറ്റ് വി ഹാവ് I think around 10% of the GDP was kept aside for rejuvenating the economy. GDP-യുടെ 10% തുക ബഡ്ജറ്റിൽ മാറ്റി വെച്ചു. എന്തിനാണ്? എക്കണോമിയെ തിരിച്ചു കൊണ്ടുവരാൻ, പുനരുജ്ജീവിപ്പിക്കാൻ. ആരുടെ അക്കൗണ്ടിൽ പൈസ എന്നിട്ട് വരെ അതല്ലേ അത് ചെയ്തത്? ഹൗ? നിങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിൽ കിട്ടിയ പൈസ? ഇല്ലല്ലോ. കോവിഡ് അല്ല, ഇരിക്കട്ടെ, 10,000 രൂപ എന്ന് പറഞ്ഞ് തന്നില്ലല്ലോ. ബട്ട് ദി എക്കണോമി കെയിം ബാക്ക് ടു ഇറ്റ്സ് പ്രീവിയസ് പൊസിഷൻ. ഹൗ? ത്രൂ ഗവൺമെന്റ് സ്പെൻഡിങ്. എങ്ങനെയാ? ടാക്സ് അടിച്ചോ? അതിൻ്റെ കുറയത്തില്ലേ ഉള്ള നേരം പൈസ? ദാറ്റ് ഈസ് സബ്സിഡി. സബ്സിഡി. ഓക്കെ. ഓക്കെ, PDS ഈസ് ഓൾസോ കൈൻഡ് ഓഫ് സബ്സിഡി. ഓക്കെ, പിന്നെ വേറെ പറ പിള്ളേരെ. They will invest more in infrastructure projects. See, what will happen if they invest more in infrastructure projects? Suppose they have started building this new NH66. What will happen? Yes, the government will spend thousands or 10,000 crores on that project. So that will generate employment. Then naturally, money will come into your hand. അല്ലേ? നീ ഇപ്പോൾ അതിൽ പണിയെടുക്കാൻ പോയാൽ നിനക്ക് വരും. ആ പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പൈസ ഇല്ല. നിന്നെ പോലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൈസ ഉണ്ടാവത്തില്ല. ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് വിൽ ജനറേറ്റ് അതർ എംപ്ലോയ്മെൻറ്റ്സ് ഓൾസോ, അല്ലേ? ചായക്കട വരും, ചായ വട അങ്ങനത്തെ പരിപാടി എല്ലാം ഓരോ ജംഗ്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇൻഡയറക്ട്ലി ഗവൺമെൻറ് സ്പെൻഡ്സ് എമൗണ്ട് ഓൺ ദീസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, യൂഷ്വലി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ദി അതർ വേസ് ആർ ഗിവിങ് സബ്സിഡീസ്, then interest-free loans. For example, they have given this PM Swanidhi project or scheme for rejuvenating this തട്ടുകടകൾ, സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുത്തു. 10,000 രൂപ തട്ടുകടയും വഴിയോര കടയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് 10,000 രൂപ ഇട്ട് കൊടുത്തു. കാരണം ഡയറക്റ്റ്ലി അവരുടെ പോക്കറ്റിലേക്ക് കൊടുക്കുകയല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ച് അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താനാണ്. കച്ചവടം മെച്ചപ്പെടുത്തും. അപ്പോൾ അവർക്ക് 10,000 രൂപ കിട്ടി കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിജുവനേഷനാണ്, അല്ലേ? 10 രൂപ കിട്ടി, ഓക്കെ, അവർ പെട്ടെന്ന് പോയിട്ട് അവരുടെ തട്ടുകടയും ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് ഡയറക്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് 10,000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലായിരുന്നു? തീരും, പ്രശ്നം തീരും. എന്താ സംശയം? എന്തുകൊണ്ട് തരുന്നില്ല? ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഇൻഫ്ലേഷൻ.
എല്ലാവരുടെയും കൈ 10,000 രൂപ വന്നിപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെക്ക് വഴിയോര കച്ചവടക്കാർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന നിലയ്ക്കാണ് കൊടുത്തത്. ഇനി ചുമ്മാ അത് 10,000 രൂപ എല്ലാവരുടെയും കൈ കൊടുക്കുമായിരുന്നല്ലോ. പക്ഷെ അവർ വേറെ കാര്യങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്തേനെ. മനസ്സിലായില്ലേ? തിരിച്ച് അവരുടെ കട വരുന്നുണ്ടാവില്ല, അവരിതെടുത്ത് വേറെ കാര്യത്തിന് ചിലവഴിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ സാധനങ്ങളുടെ പുറകിന് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രൈസ് ഉണ്ടാവാം, ഇൻഫ്ലേഷൻ ഉണ്ടാവാം വലിയ തോതിൽ. ഇങ്ങനെ ഇൻഡയറക്ട്ലി കൊടുത്തു കഴിയുമ്പോൾ അതുണ്ടാവുന്നില്ല. ഉണ്ടായാലും ലിമിറ്റഡാണ്. മനസ്സിലായോ? എന്താ പ്രശ്നം? പറഞ്ഞോ. പറയടാ. എടാ ഇതേപോലൊക്കെ ഇപ്പം ഒരു പാലം പണിയണം. ചിലപ്പോൾ ആ പാലം അത്ര അത്യാവശ്യമൊന്നും ആയിരിക്കത്തില്ല ആ സമയത്ത്. ഒരു എന്നാൽ പിന്നെ പാലം പണിയേക്കാൻ പറയും. പാലം പണിയുമ്പോൾ ഒരു 100 പേരെങ്കിലും പണിക്ക് പോകത്തില്ലേ? പണിക്ക് പോകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ടേ. നീ നോർമലി ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ആ പൈസ കിട്ടുന്നുണ്ടാവില്ല. സർക്കാരിന് വലിയ ആവശ്യമൊന്നും ഇല്ലാഞ്ഞിട്ടും ആ പാലം പണിയുന്നുണ്ട്. അത് പണിയുന്നത് എന്തിനാ? ജനങ്ങളിലേക്ക് പൈസ എത്തിക്കാനാ. നിന്റെ ഈ പൈസ എത്തി തുടങ്ങിയാലേ വീണ്ടും നീ എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കോവിഡ് സമയത്ത് നിനക്ക് തൊഴിലൊന്നുമില്ല, നിന്റെ തൊഴിൽ നശിച്ച് നീ വീട്ടിലിരിക്കുക. നീ നാളെ കടയിൽ പോയി സാധനം മേടിച്ചാലേ ഈ കമ്പനിക്കാരൊക്കെ വീണ്ടും ആക്റ്റീവ് ആകത്തുള്ളൂ. കമ്പനികൾ വീണ്ടും ആക്റ്റീവ് ആയാലേ സർക്കാരിന് ടാക്സ് കിട്ടത്തുള്ളൂ. സർക്കാരിന് ടാക്സ് കിട്ടിയാലേ ഇന്ത്യ റൺ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം നീ കടയിൽ പോയി വീണ്ടും സാധനം മേടിക്കണം. അതിന് നിൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? അങ്ങനെ നിൻ്റെ കയ്യിൽ പൈസ തരാനുള്ള മാർഗമായിട്ട് ആ പാലം അവിടെ പണിയുന്നത്. പാലം പണിക്ക് നിന്നെ വിളിച്ചു പണിക്ക്, നീ പോകുന്നു, ഡെയിലി ഒരു 1000 രൂപ വെച്ച് കയ്യിൽ തന്നു. സ്വാഭാവികമായിട്ട് നീ നിന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വീണ്ടും മേടിച്ചു തുടങ്ങൂലേ? അപ്പോൾ എന്താ? കടയിൽ സാധനങ്ങൾ വിറ്റ് തുടങ്ങുന്നു. അപ്പോൾ കടക്കാർക്ക് അവർ തിരിച്ചു വന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ പോകുമ്പോൾ കടക്കാർ വീണ്ടും ഊർജ്ജസ്വലരായി തിരിച്ചു വരും. ഇങ്ങനെ ഒരു സൈക്കിള് പോലേക്ക് ഇത് വർക്ക് ചെയ്യും. മനസ്സിലായോ? ദാറ്റ് ഈസ് ഡിമാൻഡ് പുള്ള് ഇൻഫ്ലേഷൻ. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ? വാട്ട് ഈസ് കോസ്റ്റ് പുഷ്? ഹൗ? വില കൂടുതലാണല്ലോ ഇൻഫ്ലേഷൻ. See, price rise can also happen due to an increase in price of raw materials, increase in wages, etc. അല്ലേ? റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഫൈനൽ പ്രൊഡക്റ്റിന് വില കൂടില്ലേ? തൊഴിലാളികൾ സമരം ചെയ്ത് വേജ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടും. കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഫൈനൽ ഗുഡിൻ്റെ പ്രൈസിലേക്ക് ചേഞ്ച് വരുത്തത്തില്ലേ? സോ ദാറ്റ് ഈസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. The rise in price of the final product due to the rise in price of raw materials or the things that are used in the production purposes. പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റിന് വില കൂടും. അത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഏതാ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സ്വാഭാവികം, അതാണല്ലോ ഇത്. ഓക്കെ, then next, built-in inflation. What is it? Built-in inflation. പറ. വെനസ്വേലയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. It is also known as wage price spiral. ആ വാക്കിൽ തന്നെ കിടപ്പുണ്ട്. Wage price spiral. Suppose the price of a product has increased. അല്ലേ? ഡിമാൻഡ് കൂടി എന്നാണ് അതിനർത്ഥം. ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് പറ്റി? അതിനൊത്ത് സപ്ലൈ കൊടുക്കണ്ടേ? In order to meet that demand, company will either hire new employees or they will give extra hours of work to the current employees. ഐഫോൺ കൂടി, ഡിമാൻഡ് കൂടി. ആ ഡിമാൻഡ് സപ്ലൈ ഒപ്പിച്ച് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കത്തില്ലേ അവർ? എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കും. അല്ല, എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് വേണം? എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ? വേണ്ടേ? എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? മണി സപ്ലൈ കൂടിയില്ലേ? നീ ആസ് എ വർക്കർ നിനക്ക് കൂടുതൽ വേജ് കിട്ടുന്നു. ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് നിന്നെ സംബന്ധിച്ച് മണി സപ്ലൈ കൂടുക.
അല്ലേ? നിന്റെ വേജ് കൂടുക എന്ന് പറയുമ്പോൾ നിന്റെ മണി സപ്ലൈ കൂടിയില്ലേ, നാച്ചുറലി നിനക്ക് ഡിമാൻഡ് കൂടില്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഒന്ന് ഡിമാൻഡ് കൂടി, ഡിമാൻഡ് കൂടിയപ്പം നിന്റെ വേജ് കൂടി, വേജ് കൂടിയപ്പം നിന്റെ ഡിമാൻഡ് വീണ്ടും കൂടി, അല്ലേ? ലോജിക്ക് മനസ്സിലായോ? Demand has increased. So in order to meet that demand, you will be asked to work for more hours. So when you work for more hours, you will get more money. So more money means more demand. So more demand means more inflation. More inflation means more wage. അല്ലേ? നിങ്ങൾക്ക് സാലറി കൂടി, നിങ്ങളുടെ സാലറി കൂടുമ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യും കൂടുതൽ. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? സപ്ലൈ ഉണ്ടാക്കണ്ടേ അവിടെ? അപ്പോൾ അവിടെ കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഇടും, എംപ്ലോയീസിന് കൂടുതൽ പൈസ കൊടുക്കണം. അവർക്ക് കൂടുതൽ പൈസ കിട്ടുമ്പോൾ അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ വേജ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ വേജ് കൂടും, വേജ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ വേജ് കൂടും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, നെവർ എൻഡിങ് ആയിട്ട് പോകാം. ദാറ്റ് ഈസ് വേജ് പ്രൈസ് സ്പൈറൽ ഓർ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. മനസ്സിലായോ? ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ ഓർ വേജ് പ്രൈസ് സ്പൈറൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? പറഞ്ഞേ. അത്രേ ഉള്ളൂ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വേജ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, വേജ് കൂടുന്നു, വേജ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ആ വേജ് പ്രൈസ് സ്പൈറൽ എന്ന് അതിനെ പറഞ്ഞേക്കുന്നത്. 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടോട്ട് വരാം. സി, എക്കണോമിക് ആക്ടിവിറ്റി. സോ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, സി, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ പ്രൈസ് increases. Okay, see, let us take the example of demand pull inflation. Okay, so during demand pull inflation, the price rises. So price rise is due to increase in demand. So in order to meet the demand, what should the companies do? They should increase the supply. So in order to increase the supply, they should either hire new employees or give extra work hours. So anyhow their profit will increase. കാരണം പ്രൈസ് കൂടിയില്ലേ? പ്രൈസ് കൂടിയത് എന്തുകൊണ്ടാണ്? റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ടല്ല. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് സെയിമാ. ഇൻഫ്ലേഷന് മുൻപും ഇപ്പോഴും പ്രൊഡക്ഷൻ കോസ്റ്റ് സെയിമാ. പ്രൈസാണ് കൂടിയിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ഓഫ് കമ്പനി വിൽ increase. So naturally they will hire more people. അല്ലേ? കമ്പനിക്ക് പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ആളുകളെ ഹയർ ചെയ്യും. ഒന്ന് നോക്കി, ഇങ്ങോട്ട് നോക്ക്. എംപ്ലോയ്മെൻറ്റിന് എന്ത് പറ്റി? എംപ്ലോയ്മെൻറ്റ് കൂടി. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ പ്രോസസ് ദി എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസസ്. അതല്ലേ? ഇപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ കമ്പനിക്ക് കൂടുതൽ സപ്ലൈക്ക് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് അവേഴ്സ് ഉണ്ടാവും, കൂടുതൽ പ്രൊഡക്ട്സ് പുറത്തിറക്കേണ്ടി വരും. So the economic activity will increase during inflation and similarly employment will also increase. Okay, ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻക്രീസ് അല്ലേ എംപ്ലോയ്മെൻറ്റ്? എക്സ് ആക്സിസോ y ആക്സിസോ ഇനി ഞാൻ പഠിപ്പിക്കേണ്ടല്ലോ. ഇങ്ങോട്ട് പോകും തോറും ഇൻക്രീസ് ആണ് കാണിക്കുന്നത് എംപ്ലോയ്മെൻറ്റിൽ. ഇങ്ങോട്ട് പോകും തോറും എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. സോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിൽ ഇൻക്രീസ്. ഓർമ്മയിൽ നിൽക്കണം. ഇല്ല, എക്സ് ആക്സിസ് വൈ ആക്സിസ്, എംപ്ലോയ്മെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, ഇത് ഒരു ലൈനാണ്. ഇവിടെ എക്കണോമിക് ആക്ടിവിറ്റി എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡിക്രീസ്, ഇൻക്രീസ്. നീ ഇത്രയും മാത്രം നോക്കിയാൽ മതി കുഞ്ഞെ. ഇത് 0 1 2 3 1 2 3. ഈ പോയിന്റ് എടുക്കുക. എക്കണോമിക് ആക്ടിവിറ്റി 1 ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് 3 ആയതില്ലേ? അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് അല്ലേ? ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കുക. ഈ പോയിന്റ് തന്നെ എടുത്തു. ഇവിടെ 1 ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് 3 ആയി. എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആവുക. അപ്പോൾ ഈ പോർഷൻ നോക്കിയേ.
ഈ പോർഷനിൽ നിന്ന് സീറോയിൽ നിന്ന് ഇവിടം വരെ എക്കണോമിക് ആക്ടിവിറ്റി റൈസ് ആയിട്ടുണ്ട്. സീറോയിൽ നിന്ന് ഇവിടം വരെ എംപ്ലോയ്മെൻറ്റും റൈസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ബോത്ത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിൽ ഇൻക്രീസ്. Now what happens during disinflation? Disinflation means price is coming down. Price is coming down. So economic activity will decrease. Okay, ഒരു ഹൈറ്റിൽ എത്തിയിട്ട് എക്കണോമിക് ആക്ടിവിറ്റി ഇതാ ഹൈറ്റിൽ മാക്സിമത്തിൽ എത്തിയിരിക്കുക. അവിടുന്ന് പിന്നെ കുറയല്ലേ. അതെ, ഈ മാക്സിമത്തിൽ ഇതായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റി. ഈ പോയിന്റ് ഒക്കെ എടുത്ത് നോക്കിയേ, ഇതേ എക്കണോമിക് ആക്ടിവിറ്റി കുറഞ്ഞില്ലേ. So during disinflation, the economic activity will come down. പക്ഷെ എംപ്ലോയ്മെൻറ്റ് നോക്കി, എംപ്ലോയ്മെൻറ്റ് അന്നേരവും കൂടി നിൽക്കാം. കാരണം എന്താ, എക്കണോമിക് ആക്ടിവിറ്റി സീറോയിലേക്ക് എത്തിയിട്ടില്ല. സ്റ്റിൽ എക്കണോമിക് ആക്ടിവിറ്റി അവിടെ ഉണ്ട്. മനസ്സിലായോ? എക്കണോമിക് ആക്ടിവിറ്റി സീറോയിലേക്ക് അല്ലെങ്കിൽ ഒരു എക്കണോമി സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് എത്തുന്നില്ല. ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്, സ്റ്റിൽ കമ്പനിക്ക് ലാഭമാണ്. മനസ്സിലായോ? കമ്പനിക്ക് സ്റ്റിൽ ലാഭമാണ്. അതുകൊണ്ട് നേരത്തെ ഹയർ ചെയ്ത് അത്രയും പേരെ അവർ പറഞ്ഞു വിടുന്നുണ്ടാവില്ല. പുതിയ ആളുകളെ വേണമെങ്കിൽ എടുക്കാം, നാളെ അവർക്ക് എക്സ്പാൻഷൻ എന്നൊരു സ്കോപ്പ് വെച്ചിട്ട്. സോ എക്കണോമിക് ആക്ടിവിറ്റി ഡൗൺ ആവുന്നുണ്ട്, പക്ഷേ എംപ്ലോയ്മെൻറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഡൗൺ ആവുന്നില്ല. അത് പറയാം, അത് ഡിപ്പെൻസ് ആണ് വിഷയം. മനസ്സിലായില്ലേ? നീ ഒന്ന് ആലോചിച്ച്, ഒരു കമ്പനി പെട്ടെന്ന് ഹയർ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വിടത്തില്ല. ഹയറിങ് പെട്ടെന്ന് നടക്കും, മറ്റേത് ഗ്രാജുവലായിട്ടേ നടത്തത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ കോവിഡ് വരുമ്പോൾ കുറച്ച് പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടേക്കും, ഓക്കെ നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ പോകും എന്ന് വെച്ച് ബാക്കി ആരും പോകത്തില്ല എന്നല്ല. അവരുടെ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ അടുത്തവർക്ക് നോട്ടീസ് കൊടുക്കും, നിങ്ങൾ ഇനിയും പോകും. പക്ഷെ ഹയറിങ് അങ്ങനെയല്ല, ഒറ്റ ദിവസം കൊണ്ടൊക്കെ അവർ തീർത്ത് വെക്കും. ഓക്കെ, ഇന്ന് നോട്ടീസ് കൊടുക്കും, 4 ദിവസത്തിനുള്ളിൽ ഹയറിങ് പ്രോസസ്സ് തീർക്കും. മറ്റേ ഗ്രാജുവലായിട്ടേ കുറച്ച് വരത്തുള്ളൂ എന്നാണ് അതിൻ്റെ റീസൺ. ഓക്കെ, ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഡിസിൻഫ്ലേഷൻ തുടങ്ങുമ്പോൾ അവരൊരിക്കലും അത് ഡീഫ്ലേഷനിലോട്ട് പോകുമെന്ന് കൺസിഡർ ചെയ്യത്തില്ലല്ലോ. തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം അവരുടെ കയ്യിലില്ലേ? ഇല്ല, കുറയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൂടാം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലെങ്കിലും കൂടാതിരിക്കണം എന്ന് എങ്ങനെ പറയും? ഇവിടുത്തെ എല്ലാ കമ്പനീസും ഹയറിങ് എങ്ങനെയാണെന്ന് നോക്ക്. ഈ പ്രോസസ് ഇത്രയും ഭാഗത്തിരിക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റാ. അത്രയും ഭാഗത്ത് ഈ ആക്സിസിന് മുകളിലോട്ടിരിക്കുന്ന എല്ലാ സമയവും അവർക്ക് പ്രോഫിറ്റാ. മനസ്സിലായോ? എക്കണോമിക് ആക്ടിവിറ്റി സീറോ അല്ലാത്ത എല്ലാ സമയത്തും കമ്പനീസിന് പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരെന്തായിരിക്കും? ഇപ്പം നിനക്കൊരു കമ്പനി ഉണ്ട്, നിനക്കൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടായി, നിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നിന്റെ ലക്ഷ്യം. അപ്പം നീ നെക്സ്റ്റ് ലെവലിലേക്ക് അത് കൊണ്ടുപോകും. നീ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പേരെ കൂടെ നീ എക്സ്ട്രാ ഹയർ ചെയ്യണം, അല്ലേ? ഇപ്പം നിനക്ക് ഒരു പ്രോജക്റ്റ് കിട്ടി, അതിലൊരു 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം പ്രോഫിറ്റും അതിനകത്ത് കിട്ടിയെന്ന് കരുതുക. നീ എന്താ ട്രൈ ചെയ്യുക? എനിക്ക് 2 പ്രോജക്റ്റ് കൂടെ എക്സ്ട്രാ എടുത്തുകൂടെ നീ ചിന്തിക്കും. 2 പ്രോജക്റ്റ് കൂടെ നിനക്ക് എക്സ്ട്രാ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ 5 പേരൂടെ വീണ്ടും വേണ്ടേ? നിനക്ക് ചെറിയ പ്രോഫിറ്റ് ഉള്ളപ്പോൾ നീ ഇത് ചിന്തിച്ചു. നിനക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. അതായത് ഒരേ സമയം നീ ഒരു 25 പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ മുതലാളിയാണെന്ന് കരുതുക. ഇൻഫ്ലേഷനൊക്കെ അടിച്ച് നീ 25 പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും പേരെ നീ ഹയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഫ്ലേഷൻ കുറഞ്ഞു തുടങ്ങിയെന്ന് കരുതുക. സ്റ്റിൽ നിനക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഈ 25 പ്രോജക്റ്റുകൾ നീ വെക്കുന്നത് കൃത്യ എമൗണ്ട് വെച്ചിട്ടല്ലല്ലോ. 25 പേരെ റൺ ചെയ്യണമെങ്കിൽ നിനക്ക് ചിലപ്പോൾ 4-5 പ്രോജക്റ്റിൻ്റെ കാശ് മതിയായിരിക്കും. 25 പ്രോജക്റ്റ് റൺ ചെയ്യാൻ, അത്രയും പേരെ ഹയർ ചെയ്ത് റൺ ചെയ്യാൻ നിനക്ക് 4-5 പ്രോജക്റ്റ് മതി. അങ്ങനെയാണല്ലോ ബിസിനസ് എല്ലാം. അല്ലാതെ കൃത്യം കിട്ടുന്ന പൈസ കൊണ്ട് കൊടുത്തുവിടുകയല്ലല്ലോ. നിനക്ക് കമ്പനി ഓടിക്കണം, നിനക്ക് പ്രോഫിറ്റ് വേണം, നിനക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള നീക്കിയിരിപ്പുണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഡിസിൻഫ്ലേഷൻ സ്റ്റാർട്ട് ചെയ്താലും എന്ത് പറ്റും? ഇപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം 25 പ്രൊജക്റ്റ് ചെയ്യുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം ഡിസിൻഫ്ലേഷനായി. അപ്പോഴും നീ എന്താ ഹോപ്പ്? നിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റി താഴെ പോകും എന്നുള്ള ഹോപ്പ് നിനക്കില്ല, സീറോയിലേക്ക് പോകുന്നുള്ള ഹോപ്പില്ല. അവിടെ വെച്ചിട്ട് നീ ചിന്തിക്കുന്നത് ഓക്കെ നിനക്ക് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് 25 തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ അത് തീർത്തിട്ട് ഞാൻ വരാം. താന്നു, നല്ല പോലെ താന്നു എന്ന് കരുതുക. അതായത് സീറോയിലെത്തത്തില്ല, ഇതൊരു ഹാഫ് വേ മാർക്ക് താഴോട്ട് വന്നു എന്ന് കരുതുക. സ്റ്റിൽ നിൻ്റെ മുന്നിലേക്ക് നീ ചിന്തിക്കുക നെക്സ്റ്റ് എക്സ്പാൻഷൻ ആയിരിക്കും. എക്കണോമിക് ആക്ടിവിറ്റി
അത്രയ്ക്ക് ഡൗൺ ആവുന്ന മൊമെൻ്റ് വരെയും നമ്മളെപ്പോഴും, അത് ഏത് ബിസിനസ് ചെയ്യുന്നവരും നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുക. കാരണം ഇതാണ്, അതായത് ഒരു കമ്പനി 100 പേരെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേരെ ഹയർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവും. ആ മൊമെൻറ്റിലേ അവർ 100 പേരെ ഹയർ ചെയ്ത് വെച്ചേക്കത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ കൃത്യം 100 പേർക്കുള്ള വരുമാനം എനിക്കുള്ളൂ, ഞാൻ 100 പേരെ ഹയർ ചെയ്യും. ഒരു കമ്പനി അങ്ങനെ ചെയ്യത്തില്ല. ബൈജൂസൊക്കെ അത് അബദ്ധം കാണിച്ചത്, അങ്ങനെ അതെല്ലാം തരിപ്പണമായത്. അതിന് നിന്റെ ഡൗട്ട് വരും. അവളുടെ തീർന്നിട്ടില്ല. പറ എന്തുകൊണ്ടാവും? ഇൻഫ്ലേഷൻ നാച്ചുറലി, അത് ഞാൻ പറയാം. ഇപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെന്ന് കരുതുക, നീ പറഞ്ഞ സാധനം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇന്ത്യ അങ്ങനെയാണോ? ഇന്ത്യയിൽ ഇടപെടും. ആരൊക്കെ ഇടപെടും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ RBI ആണ് അത് മേജർ ടീം. അവരിടപെടും കയറിയിട്ട്. കാരണം നമുക്കൊരു റേഞ്ചുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു റേഞ്ചുണ്ട്. ആ റേഞ്ചിനുള്ളിൽ ഇൻഫ്ലേഷൻ നിർത്തുക എന്നുള്ളതാണ് RBIയുടെ മെയിൻ ഡ്യൂട്ടികളിലൊന്ന്. അപ്പോൾ അവർ കയറി ഇടപെടും. അത് നമുക്ക് അടുത്ത മണി ആൻഡ് ബാങ്കിങ് ഫുള്ളതാ പഠിക്കാൻ പോകുന്നത്. ഒരു ചാപ്റ്റർ ഫുള്ള് നീ പഠിക്കും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൂൾസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എല്ലാം പഠിക്കും. പറയത്തില്ല. ഏത്? നിങ്ങൾ ഡയറക്റ്റ്ലി പറയുമോ? അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏത്? ഡയറക്റ്റ്ലി പറയത്തില്ല കുഞ്ഞേ. അപ്പം എന്തുകൊടുക്കും? സൂചനകൾ നൽകും, അല്ലേ? സൂചന നൽകിയാൽ പോരെ, അത് മതി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിന്നെ ഹയർ ചെയ്യുന്ന കമ്പനി അത്യാവശ്യം ലോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ലോണിൻ്റെ റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ അവർ പുതിയ ലോൺ എടുക്കാൻ നിൽക്കുമോ? നിന്നെ ഹയർ ചെയ്യത്തില്ല. ഏത്? നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയും, ഈ സംഭവങ്ങളൊക്കെ ഫ്രീ മാർക്കറ്റ് എക്കണോമിയിലാണ് ഐഡിയലായിട്ട് വരിക. നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ സോഷ്യലിസ്റ്റ് എക്കണോമി ആയിക്കോട്ടെ, മിക്സഡ് എക്കണോമി ആയിക്കോട്ടെ, ഏത് എക്കണോമിയിലും ഈ കണ്ടീഷൻസൊക്കെ ഐഡിയൽ കേസസാണ്. ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ ഫ്രീ മാർക്കറ്റ് എക്കണോമി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കും. അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഈ പറയുന്ന എന്താ പറയുക, ഫുള്ള് മാർക്കറ്റിലെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് മാത്രം വിടുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നടക്കും. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കർവ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഒരിക്കലും ഈ കർവ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുത്താൻ സമ്മതിക്കത്തില്ല, ഷോക്കുകളുണ്ടാക്കും. നീ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഴ്ത്താനും സമ്മതിക്കത്തില്ല. അത് എത്രമാത്രം ഷോക്ക് എങ്ങനെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതേപോലെ തന്നെ താഴോട്ട് വിടാനേ നോക്കത്തുള്ളൂ നമ്മൾ. നമ്മുടെ ബോഡിയിലും അങ്ങനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ 10 ദിവസം ഡയറ്റ് എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നു എന്ന് കരുതുക. 11ാമത്തെ ദിവസം ഒറ്റ അടിക്ക് നിങ്ങൾ ഫുഡ് അടിച്ച് കയറ്റി, ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും, അല്ലേ? എന്നാൽ 10 ദിവസം നിൻ്റെ ബോഡി വേറൊരു രീതിക്ക് അഡ്ജസ്റ്റ് ആയി. 11ാമത്തെ ദിവസം ഇതൊന്നുമല്ല അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അന്നേരം ബോഡി സപ്പോർട്ട് ചെയ്യത്തില്ല. അതേപോലെ കാണാം എക്കണോമിയും. അത് ഒരു ഇൻഫ്ലേഷൻ ഇങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുക, ഷോക്കിന് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അതിനെ ഷോക്കിൽ നിന്ന് റിലീവ് ചെയ്യാനൊക്കെ ഇല്ല, അത് ഗ്രാജുവലായിട്ട് കൊണ്ടുവരാനൊക്കത്തുള്ളൂ. അപ്പോൾ RBI എടുക്കുന്ന നടപടികളോ അതുപോലൊക്കെ ആയിരിക്കും. മനസ്സിലായോ? എങ്ങനെ അത് കയറിപ്പോകുന്നോ അതേപോലെ. അതുകൊണ്ടാണ് നമ്മുടെ കോവിഡ് റിക്കവറിയെ V ഷേപ്ഡ് റിക്കവറി എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ വലിയ അത്ഭുതങ്ങളിലൊന്നായത്. നമ്മളിങ്ങനെ വീണു, അതേപോലെ തന്നെ നമ്മൾ റിക്കവർ ചെയ്തു. ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതായത് കുറേ വർഷം മുമ്പുള്ള നമ്മളായിരുന്നെങ്കിൽ വീഴും, റിക്കവറി ഇങ്ങനെ ആയിരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു ഭയങ്കര സംഭവം തന്നെ. നമ്മളിങ്ങനെ വീണു, ഇങ്ങനെ തന്നെ റിക്കവർ ചെയ്തു. സോ V ഷേപ്ഡ് റിക്കവറി ആ വർഷത്തെ എക്കണോമിക് സർവേയിൽ പ്രത്യേകം പരാമർശിച്ച സാധനം സെയിം ഇയറിലെ മെയിൻസിൽ ചോദിക്കുകയും ചെയ്തു, V ഷേപ്ഡ് റിക്കവറിയെക്കുറിച്ച്. ഓക്കെ. അപ്പം വെനസ്വലയാണോ എന്നാൽ കുഴപ്പമില്ല. ഡിസിൻഫ്ലേഷൻ്റെ സമയത്ത് നിൻ്റെ പ്രോഫിറ്റ് കുറയും. എന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് കുറവ് വരുന്നത് ഇവിടെ ഈ പോയിന്റിലോട്ട് വരുമ്പോഴേ നിൻ്റെ ഡ്രാസ്റ്റിക്കായിട്ട് കുറയത്തുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിൻ്റെ ഒരു സാധനം നീ 100 രൂപയ്ക്കാണ് നിൻ്റെ ഇൻഫ്ലേഷൻ്റെ മാക്സിമത്തിൽ വിറ്റുകൊണ്ടിരിക്കുക. ഇൻഫ്ലേഷൻ താഴോട്ട് വരുമ്പോൾ അത് ഗ്രാജുവലി അല്ലേ കുറയുന്നുള്ളൂ. 99, 98, 97 ഇങ്ങനെ കുറഞ്ഞിട്ട് നിൻ്റെ തിരിച്ച് 50 വരുന്നുള്ളൂ. അപ്പോൾ നീ നാളെ 75 രൂപ വരുന്നിടം വരെ നിനക്ക് ഹെവി പ്രോഫിറ്റ് ആയിരിക്കും. ഈവൻ 50 വന്നാൽ പോലും നിനക്ക് പ്രോഫിറ്റാണ്. കാരണം നീ ഓൾറെഡി പ്രോഫിറ്റിലാണ് വിറ്റുകൊണ്ടിരുന്നത് 50 രൂപയ്ക്ക്. അപ്പം 100 നിൽക്കുമ്പോൾ നിനക്ക് അന്യായ പ്രോഫിറ്റ്, 75 നിൽക്കുമ്പോഴും അന്യായ പ്രോഫിറ്റ്, 60 നിൽക്കുമ്പോഴും നിനക്ക് അന്യായ പ്രോഫിറ്റ്, 50 എത്തുമ്പോഴേ നിൻ്റെ നോർമൽ പ്രോഫിറ്റ് ആവുന്നുള്ളൂ. അതിന് മുകളിലോട്ട് എല്ലാം നിനക്ക് അന്യായ പ്രോഫിറ്റുകളാണ്. മനസ്സിലായോ? അതായത് നിനക്ക്
നോർമലി കമ്പനി റൺ ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് 50 രൂപയിൽ പ്രോഫിറ്റോട് കൂടി കിട്ടി. അതൊക്കെ പിന്നെ എല്ലാം അന്യായമാണ്. 100 എന്ന് പറയുമ്പം അങ്ങേയറ്റം. ഓക്കെ, നിമ്പാ അങ്ങനെ കുറഞ്ഞിട്ട് അറ്റ് സം പോയിന്റ് ദി എക്കണോമിക് ആക്ടിവിറ്റി വിൽ കം ഡൗൺ ടു 0 ആൻഡ് ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ്. സോ ആ പോയിന്റ് ആണ് ഡീഫ്ലേഷൻ. ഇപ്പൊ ഡീഫ്ലേഷൻ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയും? ഡീഫ്ലേഷൻ ഒന്നും ഇന്ത്യയിലില്ല. കാരണം നമ്മുടെ സിസ്റ്റം അത് സമ്മതിക്കത്തില്ല. എക്കണോമിക് ആക്ടിവിറ്റി ഹാസ് ഗോൺ ടു നെഗറ്റീവ് വാല്യൂ. 0 കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയില്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന ആ സംഭവത്തിനെ ഡീഫ്ലേഷൻ എന്ന് വിളിക്കും. ആൻഡ് റീഗെയിനിങ് ബാക്ക് ടു ദി 0 ലെവൽ ഈസ് റീഫ്ലേഷൻ. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഈ സാധനങ്ങൾ ഗവൺമെന്റ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നിനക്ക് വരുന്ന ബ്രെഡ്, നിനക്ക് വരുന്ന അരി, ഇതെല്ലാം ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പബ്ലിക് സിസ്റ്റത്തിൽ കൂടെ തന്നെ തരിക. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ വേണം. ഏത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഇൻഫ്ലേഷൻ ഉണ്ടായേ പറ്റൂ. ഇൻഫ്ലേഷൻ 0 ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതല്ല ഐഡിയൽ കേസ്. ഇൻ ഇന്ത്യ ദി ബെസ്റ്റ് ഈസ് 2 to 6% ഇൻഫ്ലേഷൻ. ഇന്ത്യയുടെ കേസിൽ India is maintaining this range 2% to 6%. The best is 4. So 4 plus or minus 2 ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്. 4 plus or minus 2%. It can go up to 6%. The minimum level is 2%. So below 2% it is not ideal for Indian economy, and above 6% also it is not ideal. So if it goes beyond 6% and if it goes beyond or beyond 2%, they will act. RBI and government will act. രണ്ടിനും 6നും ഇടയ്ക്ക് പിടിച്ചു നിർത്തുക. റൈറ്റ് നൗ ഇറ്റ് ഹാസ് കം ഡൗൺ ടു സം 5%. സോ ഇപ്പോൾ ഐഡിയൽ ലെവലിലേക്ക് എത്തി. അപ്പം എപ്പോഴും എക്കണോമിയിൽ വി നീഡ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ, ബിക്കോസ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ വിൽ മെയിൻറ്റെയിൻ ദി എക്കണോമിക് ആക്ടിവിറ്റി. ഇഫ് ദർ ഇസ് നോ എക്കണോമിക് ആക്ടിവിറ്റി, ദീസ് കമ്പനീസ് വിൽ നോട്ട് ഇൻവെസ്റ്റ് ഇൻ അവർ എക്കണോമി. ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് വേറൊരു കാര്യങ്ങളും നടക്കില്ല. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, സാന്ദ്രേ മനസ്സിലായോ? സോ സാന്ദ്രയുടെ ചോദ്യം, ഈസ് ഇൻഫ്ലേഷൻ ഗുഡ് ഫോർ ആൻ എക്കണോമി? ഈസ് ഇൻഫ്ലേഷൻ ഗുഡ് ഫോർ ആൻ എക്കണോമി? പറ. നോ. വൈ? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത് എക്കണോമിക് അല്ലേ, കുഴപ്പമില്ല. വൈ? ഇൻഫ്ലേഷൻ കൊണ്ട് ആർക്കാ ഏറ്റവും കൂടുതൽ ഗുണം? സാന്ദ്രേ, ആർക്കാന്നു? ആൾക്കാർക്കോ? അങ്ങനെ. സോ ഇൻഫ്ലേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് മാനുഫാക്ചറേഴ്സിനാണ്, അല്ലേ? അങ്ങനത്തെ കമ്പനികൾ നിലനിന്നാലല്ലേ ഇന്ത്യക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ വേണം. അന്യായ ഇൻഫ്ലേഷൻ ആണോ? എത്ര മുതൽ എത്ര വരെ? കേട്ടിട്ടില്ല ഈ പറഞ്ഞതൊന്നും. 100% ഉറപ്പാണ്. എത്ര മുതൽ എത്ര വരെ? കണ്ടോ, അപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും ശ്രദ്ധിക്കുന്നുണ്ട്. പുറകിൽ പോയി ഇരിക്കുക. എത്ര മുതൽ എത്ര വരെ? അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ നമ്പർ കിടക്കുന്നു. പറ. ഇന്ത്യയുടെ കേസ് ഐഡിയൽ എത്ര ആവുഞ്ഞേ? അതെങ്കിലും പറ. 2 - 6 എന്ന്. 2 to 6%. എടേ, ഇത് എന്തിനാണ് പിന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാ. ഹരിരാജേന്ദ്രോ, അത് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇല്ല. ക്ലാസ് കഴിഞ്ഞ ലാസ്റ്റ് 5 മിനിറ്റ് ആര്യ ഇൻഫ്ലേഷൻ്റെ മൊത്തം ഓവറോൾ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോഴല്ല, ലാസ്റ്റ് 5 മിനിറ്റ്സ് എല്ലാം പഠിപ്പിക്കും. ഇവിടെ ഇതാണോ? പറ. അതിനകത്ത് എന്താ പ്രശ്നം? കുറയുന്നൊന്നും കൂടുന്നൊന്നും പറയാൻ പറ്റത്തില്ലയോ? അതെന്തുകൊണ്ടാണ് പറ്റാത്തത്?
ഓക്കെ, അതിന് എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ അവന് കൊടുത്തതാ, ക്ലാസ് കഴിഞ്ഞിട്ട് തന്നാൽ പോരെ. ഓൾറെഡി അവനത് വിശദമായിട്ട് 50 രൂപ മുതൽ 100 രൂപ വരെ അവൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ കൊണ്ടുപോയതാ. അങ്ങനെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞിട്ട്. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഐഡിയൽ കേസ് എടുത്തോണം. എംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഈ ഐഡിയൽ കേസ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വെച്ചിട്ട് എംപ്ലോയ്മെന്റ് ഇത്രയുണ്ട്, ഒരു 30 എന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 50 ആയി, എംപ്ലോയ്മെന്റ് കൂടിയില്ലേ? സ്റ്റേറ്റ്മെന്റ് വൈസ് അത് ഐഡിയൽ കേസ് എടുക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തന്നിരിക്കണം. സീറോയിൽ പോകുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനെന്ത് പറയാനാ? സീറോ എക്കണോമിക് ആക്ടിവിറ്റി. എന്താ പ്രശ്നം? എന്താ? അധികം കടന്ന് ചിന്തിക്കാതെ സിമ്പിൾ ചിന്തകൾ മതി നമുക്ക്. ഓക്കെ, വാ, ഇനി ഇതിന് വായിച്ചാളാം. ഇനി ഇത് തല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, വാ, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. നോക്കിയേ, സി ദി ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. ഹൗ ഇൻഫ്ലേഷൻ ഇമ്പാക്ട്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ നോക്കിയേ, ഇറ്റ് ലീസ് ദി ഗെയിനേഴ്സ്, ആർക്കൊക്കെ ഗുണം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലൂസേഴ്സ്. ഓക്കെ, സോ ദി ഡെറ്റ്, കടം മേടിക്കുന്ന ആൾ, അയാൾക്ക് ഗുണമാണെന്നാണ് പറയുന്നത്. ക്രെഡിറ്റർ, കടം കൊടുക്കുന്ന ആൾക്ക് ഇൻഫ്ലേഷൻ നഷ്ടമാണെന്ന് പറയുന്നു. ഹൗ ആര്യ രാജേന്ദ്രൻ പിള്ള എക്സ്പ്ലെയിൻ ഹൗ. ഇപ്പം ആര്യ ഷാഫിക്ക് കൊടുത്തു. നീയാണ് കടം കൊടുപ്പ്, അവൾ കടം മേടിയത്. ഓക്കെ, ഇൻഫ്ലേഷൻ എങ്ങനെ നിനക്ക് നഷ്ടം, അവന് ലാഭം. അപ്പം നിനക്ക് നഷ്ടമല്ലേ? എടാ ഓക്കെ, ഞാൻ സിറ്റുവേഷൻ ക്ലിയർ ആക്കി തരാം. നീ ഇവന് കടം കൊടുത്തു, അപ്പം ഇൻഫ്ലേഷൻ ഇല്ലയെന്ന് കരുതുക. തിരിച്ച് അവൻ തരേണ്ട സമയമായപ്പോൾ ഇൻഫ്ലേഷൻ വന്നു. അത്രയും ക്ലിയർ ആക്കി. ഇനിയും പറ. മനസ്സിലായോ? അതായത് കടം കൊടുക്കുന്ന ആൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ. ഓക്കെ, ഇവൻ മേടിച്ച്, ഇത് ക്രെഡിറ്റർ. ഓക്കെ, ഇപ്പം ഇൻഫ്ലേഷൻ ഒന്നുമില്ല, ഇവിടെ നിങ്ങോട്ട് 1000 രൂപ കടം കൊടുത്തു. 1000 രൂപ കടം കൊടുത്തോ? ഇപ്പം ഈ 1000 രൂപ വെച്ച് അവൻ അന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ മേടിച്ചങ്ങ് തിന്നു. 1000 രൂപയുടെ നല്ല തീറ്റി അങ്ങ് തിന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻഫ്ലേഷൻ വന്നു. അപ്പോൾ ഇവൻ തിരിച്ചിങ്ങോട്ട് കൊടുക്കേണ്ട സമയമായി. എത്ര രൂപ തിരിച്ചു കൊടുക്കണം? 1000. ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് 1000 രൂപയുടെ വില ഉണ്ടാവുമോ? ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇവക്ക് തിരിച്ചു കിട്ടുന്നത് ചിലപ്പം 900 രൂപയുടെ എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അവൻ 1000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? അവൻ 1000 മേടിച്ചു, 1000 തിരിച്ചു കൊടുത്തു, മാന്യൻ. പക്ഷെ ഇന്ന് 1000-ന് അവിടെ ചെല്ലുമ്പം ചിലപ്പോൾ 900 രൂപയുടെ വില ഉണ്ടാകത്തുള്ളൂ. ആർക്ക് ലാഭം? ഇതിന് ലാഭം, അവർക്ക് നഷ്ടം. എക്കണോമി നശിപ്പിക്കുമല്ലോ. നീ നേരെ തിരിഞ്ഞു വരും. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർമൽ സെൻറ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തെന്ന്. അപ്പം ഇത് കൊടുത്തു, ഈ സംഭവങ്ങൾ നടന്നു, അതിനുശേഷം ഇൻഫ്ലേഷൻ വരുന്നു എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മളിതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. അതായത് ക്യാഷ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഇൻഫ്ലേഷൻ കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആർക്ക് നഷ്ടം, ആര് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ നേരെ ഇതിൻ്റെ റിവേഴ്സ് പറയണം. പക്ഷേ ഇത് നമ്മൾ നോർമൽ ഒരു സെൻസിൽ സംസാരിക്കുമ്പോൾ ഇൻഫ്ലേഷൻ വന്നതിന് ശേഷം ആർക്ക് ഗുണം, ദോഷം, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അതുപോലെ നോക്കിയേ, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഹൂ ബെനിഫിറ്റ്സ് ഫ്രം ഇൻഫ്ലേഷൻ? അപ്പം പ്രൊഡ്യൂസറിന് ലാഭം, മേടിക്കുന്നവന് നഷ്ടം. ഓക്കെ, ഫ്ലെക്സി ഇൻകം ഗ്രൂപ്പ് ആൻഡ് ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറക്റ്റ്. നീ ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് നടത്തിയെന്ന് കരുതുക. ആ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേ പറയുന്നുണ്ട് 5 വർഷത്തേക്ക് ഇത്ര മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം അവൾ വേറെ ഡെപ്പോസിറ്റ് നടത്തി, അതിനകത്ത് പറയുന്നുണ്ട്
വർഷാവർഷം ഇൻട്രസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തും രണ്ട് കേസായാലും. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം എഗ്രി ചെയ്തത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നിനക്ക് കിട്ടുന്നില്ല. ആ സമയം അവളെ കൂടെ അങ്ങനെയല്ല. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അവളുടേത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. മനസ്സിലായോ? ദെൻ ഇക്വിറ്റി ഹോൾഡേഴ്സ് ആൻഡ് ബോണ്ട് ഹോൾഡേഴ്സ്. വാട്ട് ഈസ് ഇക്വിറ്റി, വാട്ട് ഈസ് ബോണ്ട്? അങ്ങനെ പറയാക്കത്തില്ല. പക്ഷേ ഈ കേസ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാനേ പറ്റൂ. അത് വേറൊരു കാര്യം. വാട്ട് ഈസ് ഇക്വിറ്റി? ഇക്വിറ്റി ഷെയർസ്. കമ്പനികളുടെ ഷെയർ വാങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനെയാണ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ആർ ദി ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി, വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ? Company's profit will rise, so that will get transferred into the shares. So obviously share price will go up. During inflation, company's profit will rise, so consequently the company's share price will go up. So that will be beneficial for the shareholders or equity shareholders. നിങ്ങൾക്ക് ഷെയർ ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. ബോണ്ട്, see, there are different types of bonds. Usually for bond we consider it as a fixed rate of interest instrument. നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 രൂപയുടെ ഒരു ബോണ്ട് ഉണ്ടെന്ന് കരുതുക. 1000 രൂപയുടെ ബോണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ഓക്കെ, ഇതാണ് നോർമൽ ബോണ്ട്. നിങ്ങൾ നോർമൽ സിറ്റുവേഷനിൽ മേടിച്ചാൽ ഇത് തരക്കേടില്ല. ഇൻഫ്ലേഷൻ തുടങ്ങിക്കഴിഞ്ഞ് മേടിക്കുകയാണെന്ന് കരുതുക. 1000 രൂപയുടെ ബോണ്ട് മേടിക്കും. 1000 രൂപയുടെ ബോണ്ട് മേടിക്കണമെങ്കിൽ ഇന്നതിന് 1000-ന് വില ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് 1000 വിലയില്ലാത്ത ഒരു ബോണ്ടാണ് മേടിക്കുന്നത്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കുന്ന 1000 രൂപയാണെന്ന് കരുതുക. പക്ഷെ അന്ന് അതിന് 900 രൂപയുടെ വിലയേ ഉള്ളൂ. റിയൽ സെൻസിൽ അതിന് 900 രൂപയുടെ വിലയേ ഉള്ളൂ. അപ്പം 900-ന് 10% അല്ലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇൻഫ്ലേഷൻ നിൽക്കുമ്പം. ഇക്വിറ്റി ഹോൾഡർ ആണെങ്കിൽ ആ കുഴപ്പമില്ല. ഷെയർ പ്രൈസ് കൂടുന്നു, നിങ്ങൾക്ക് ലാഭം കൂടുന്നു. മനസ്സിലായോ? ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രം ചിന്തിക്കുക. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണെന്ന് കരുതുക. അവിടെ ഇൻഫ്ലേഷൻ വന്നാലും വന്നില്ലെങ്കിലും ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പം നീ 1000 രൂപയുടെ ബോണ്ട് 10%-ന് മേടിച്ചു. ഇൻഫ്ലേഷന് മുന്നേ ആയിരുന്നെങ്കിൽ 1000-ൻ്റെ 10% ആണ് നിനക്ക് എന്ത് മെച്യൂരിറ്റി എത്തുമ്പം കിട്ടുക. അല്ലേ? ആണ്. ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ 1000-ൻ്റെ വില ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവിടെ കിട്ടുന്ന നിൻ്റെ മെച്യൂരിറ്റി എത്തുമ്പം കിട്ടുന്ന എത്ര? അന്ന് എത്ര വിലക്കുറവാണോ അതിൻ്റെ 10% അല്ലേ നിനക്ക് ഇൻ എഫക്റ്റ് കയ്യിൽ വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, 1000-ൻ്റെ 10% എത്രയാണ്? 100. 100 രൂപ പ്രോഫിറ്റ് ആണ് നിനക്ക് കിട്ടുന്നത്. പ്രോഫിറ്റ് 100 രൂപ പ്രോഫിറ്റ്. ഇത് ബിഫോർ ഇൻഫ്ലേഷനും ഇത് ആഫ്റ്റർ ഇൻഫ്ലേഷനും. ആഫ്റ്റർ ഇൻഫ്ലേഷൻ നിനക്ക് 100 രൂപ കയ്യിൽ കിട്ടും. ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം 100 രൂപ കയ്യിൽ കിട്ടും. ഇൻഫ്ലേഷൻ മുൻപായിരുന്നത് 100 രൂപ കയ്യിൽ കിട്ടും. ഈ 100 രൂപ എപ്പോഴുള്ളതാ സാന്ദ്രേ? ഇൻഫ്ലേഷന് മുന്നേ. ഇത് ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ ഈ 100 രൂപയും ഈ 100 രൂപയും ഏതിനാ വില കൂടുതൽ? അത് നഷ്ടമല്ലേ നിനക്ക്? അത്രേ പറഞ്ഞോളൂ. ബോണ്ട് ഹോൾഡർ ആണെങ്കിൽ നിനക്ക് നഷ്ടം. ഇക്വിറ്റി ഹോൾഡർ ആയിരുന്നെങ്കിൽ നിനക്ക് ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് നിൻ്റെ ഇക്വിറ്റി ഷെയർസിൻ്റെ വില കൂടിയേനെ. അല്ല, രണ്ട് വേറെ സാധനങ്ങൾ. നമ്മൾ പഠിക്കും ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ. ഇത്രയും ക്ലിയർ ആയോ? Then how inflation is measured? See, UPSCയുടെ ഫേവറേറ്റ് ഏരിയാസിലൊന്നാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഇൻഫ്ലേഷൻ മൊത്തത്തിൽ UPSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും തവണ പറഞ്ഞതെല്ലാം UPSC പലതവണ ചോദിച്ചിരുന്നിട്ടുണ്ട്. ഡിമാൻഡും കോസ്റ്റും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനിയുള്ളതും സ്ഥിരം സാധനങ്ങളാണ്. ഓക്കെ, there are 3 main methods. See, one we have already studied. GDP deflator നമ്മൾ ഓൾറെഡി പഠിച്ചു. It's one way of measuring inflation. Then there are 2 other methods.
What all are they? Wholesale price index or WPI and consumer price index CPI. Okay, so wholesale and consumer price. What is wholesale price? നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹോൾസെയിൽ ഷോപ്പ് റീറ്റെയിൽ ഷോപ്പും ഉണ്ട്. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും പ്ലസ് ഒരു എക്സ്ട്രാ പ്രോഫിറ്റോട് കൂട്ടിയിട്ടാണ് റീറ്റെയിൽ ഷോപ്പിലേക്ക് സാധനം വരിക. അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചാൽ സാധനത്തിന് വില കുറവായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ റീസൺ ഇത് തന്നെ, അത് ഹോൾസെയിൽ പ്രൈസിലാണ് വിൽക്കുന്നത്. റീറ്റെയിൽ ഷോപ്പിലോട്ട് വരുമ്പോൾ അവിടുത്തെ അതിൻ്റെ പ്രോഫിറ്റോടെ ചേർന്നിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് മീൻസ് ആ ഹോൾസെയിലിൽ കച്ചവടം നടത്തുമ്പോൾ ഉള്ള പ്രൈസ്. കൺസ്യൂമർ പ്രൈസ് മീൻസ് റീറ്റെയിൽ ലെവലിൽ സെയിൽ നടത്തുമ്പോൾ ഉള്ള പ്രൈസ്. ഓക്കെ, ആൻഡ് നോക്കിയേ, നോട്ട് നോക്കിയേ. See, wholesale price index, it does not include taxes, rebate or trade discounts, transport and other charges. അപ്പോൾ ഇത്രയും കാര്യങ്ങളില്ലാതെ വരുന്ന സാധനമാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. സോ കൺസ്യൂമർ പ്രൈസ് മീൻസ് ഹോൾസെയിൽ പ്രൈസ് പ്ലസ് ദീസ് എക്സ്ട്രാസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ. അത് ഓർത്ത് വെക്കണം. ഈ സാധനങ്ങളൊക്കെ ആര് പബ്ലിഷ് ചെയ്യുന്നു, എപ്പം പബ്ലിഷ് ചെയ്യുന്നു, എവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ. ഏത് മിനിസ്ട്രി? കൊമേഴ്സ് മിനിസ്ട്രി, DPIIT. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. DPIIT, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് സൈത് ഓർത്ത് വെച്ചോണം. UPSC അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റേണൽ ട്രേഡ്, DPIIT. ഇത് സ്ഥിരം പത്രത്തിൽ കാണാം. സോ WPI ഈസ് പബ്ലിഷ്ഡ് ബൈ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് DPIIT, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. ആൻഡ് ദി ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് 2011-12. എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം. ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് 2011-12. ആൻഡ് സി നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോണം. അത് 2 വർഷം മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഒരു ന്യൂസിനകത്ത് കിടന്ന സാധനം ഇതുവരെ UPSC ചോദിച്ചിട്ടില്ല. അതായത് ഇതുവരെ നമ്മളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്നാണ്. പക്ഷെ അവിടുത്തെ പഴയ ഡേറ്റയൊക്കെ തപ്പിപ്പോയപ്പോൾ പഴയ ലിസ്റ്റ് കിട്ടി, ഇങ്ങനെ കൈ കൊണ്ട് എഴുതി വെച്ചേക്കുന്നത് WPI കാൽക്കുലേഷനൊക്കെ. ഓക്കെ, ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് വേൾഡ് വാർ 2. ഇന്ത്യയിൽ ഫോർ ദി ഫസ്റ്റ് ടൈം WPI was published during World War II. So even before independence we have started calculating WPI. Okay, അത്രയും ഓർമ്മയിലുണ്ടല്ലോ. Now the weightage of commodities in WPI. See, ഞാൻ പറയും, ഇതൊരു ലിസ്റ്റാണ്. ഇന്ന സാധനങ്ങളുടെ വില വെച്ച് മെഷർ ചെയ്യുന്ന ഒരു ലിസ്റ്റ് പോലെയൊക്കെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കും. ഇപ്പം ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അരി, പച്ചക്കറി, ഗോതമ്പ്, ചെരുപ്പ്, തുണി, ഇങ്ങനെ കുറേ വലിയ ലിസ്റ്റായിരിക്കും. ഓക്കെ, ഈ ലിസ്റ്റിന് ഓരോന്നിനും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഫുഡിന് കൂടുതൽ വെയിറ്റേജ് ആവും, ചെരുപ്പിന് കുറഞ്ഞ വെയിറ്റേജ് ആയിരിക്കും. കാരണം അത് അതിൻ്റെ യൂസേജ് അനുസരിച്ചിട്ടാണ് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു വെയിറ്റേജ് നമുക്ക് WPIയിലുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിനാന്ന് നോക്കിയേ. ആ വാക്കുകൾ പഠിച്ചു വെക്കണം. വെയിറ്റേജ് ഏതിനാ പറ? മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ്. ദെൻ സെക്കൻഡ് പ്രൈമറി ആർട്ടിക്കിൾസ്. ദെൻ ഫ്യൂൽ ആൻഡ് see, these headings will not change but the weightage can change. ഇവിടെ കൊടുത്തേക്കുന്ന വെയിറ്റേജ് കാണാപ്പാടമൊന്നും പഠിക്കണ്ട. കാരണം സർക്കാർ അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കും, വെയിറ്റേജ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെർസെൻറ്റേജ് പഠിക്കണ്ട, ജസ്റ്റ് ആ റേഞ്ച് ഒന്ന് വേണമെങ്കിൽ മനസ്സിലോർത്ത് വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചർ പ്രൊഡക്ട്സ് ഇറ്റ്സ് അറൗണ്ട് 60s, പ്രൈമറി ആർട്ടിക്കിൾസ് അറൗണ്ട് 20s, അങ്ങനെ ജസ്റ്റ് ഓർമ്മയിൽ വേണമെങ്കിൽ വെക്കാം. ബട്ട് ഈ ഓർഡർ പഠിക്കണം. maximum weightage is for manufactured products, next for primary articles, third for
ഫ്യൂവൽ ആൻഡ് പവർ. ഈ ഓർഡർ ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കണം. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞേ. ഡിക്രീസിങ് ഓർഡറിൽ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ്, ദെൻ പ്രൈമറി ആർട്ടിക്കിൾസ്, ദെൻ ഫ്യൂവൽ ആൻഡ് പവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, റൈസ് ഇതിനകത്ത് വരും. രാവിലെ ഞാൻ വീട്ടിൽ ഇരുന്ന് റൈസ് 1, റൈസ് 2, റൈസ് 3 ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുവാന്നോ? പ്രൈമറി ആർട്ടിക്കിൾ അല്ലേ? പ്രൈമറി സെക്ടർ എന്ന് പഠിച്ചിട്ട് അതിനെ കൊണ്ട് അടുത്തതിനകത്ത് മാറ്റാം. നമ്മൾ പ്രൈമറി സെക്ടറിലല്ലേ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. പ്രൈമറി ആർട്ടിക്കിൾ. ഇനി അതേപോലെ തന്നെ ദോശ അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ്. കാരണം ഈ അരി വെച്ചിട്ട് ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുക. ദോശ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. സോ അത് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ഇല്ല, ഒരു എക്സാമ്പിൾ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ചോദ്യങ്ങൾ അങ്ങനെ വരാം. ഇപ്പോൾ ലിസ്റ്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിൽ പെടുന്നതെന്ന് ചോദിക്കാം. ബേക്കറി ഐറ്റം ഇതിനകത്ത് വരും. ബിവറേജ് അത്രയൊക്കെ ഓർമ്മയിലുണ്ടായാൽ മതി. അപ്പോൾ വെയിറ്റേജ് പറഞ്ഞേ. വെയിറ്റേജ്, WPI വെയിറ്റേജ് പറഞ്ഞ് നീ തന്നെ കണ്ണാടി. വെയിറ്റേജ് മതി എനിക്ക്. ഇത് ഏത് ഓർഡറിലാണ് പറഞ്ഞത്? ഇൻക്രീസിങ് ഓർഡറാണോ ഡിക്രീസിങ് ഓർഡറാണോ? ഏതാ ഇൻക്രീസിങ്? ഉറപ്പ്? തെറ്റിയിട്ടില്ല? ഇന്നത്തെ തെറ്റ് കണ്ടുപിടിച്ച്. അവൾ പറഞ്ഞതിനകത്ത് തെറ്റ് കണ്ടുപിടി. തെറ്റില്ലയോ? എന്നാൽ ഓക്കെ. WPI ഓക്കെ ആയല്ലോ. ഒരു സെപ്പറേറ്റ് WPI ഫുഡ് ഇൻഡെക്സ് കൂടെ ഉണ്ട്, നിങ്ങളുടെ നോട്ടിനകത്ത് നോക്കിയേ. അതായത് ഫുഡ് ആർട്ടിക്കിൾസ് ഫ്രം പ്രൈമറി ആർട്ടിക്കിൾസും, നമ്മുടെ ഈ പ്രൈമറി ആർട്ടിക്കിൾസിനകത്തു നിന്ന് ഫുഡ് ആർട്ടിക്കിൾസ് എടുക്കും. പിന്നെ ഇവിടുന്ന് എന്തോ എടുക്കും? മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിൽ നിന്ന് ഫുഡ് പ്രോഡക്ട്സും എടുക്കും. അത് രണ്ടും കൂടെ എടുത്തിട്ട് ഒരു WPI ഫുഡ് ഇൻഡെക്സ് സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സി ഫുഡ്, ഫ്യൂവല്, ഇതൊക്കെ സി വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ഇൻഡെക്സ് if food and fuel are included? What happens to WPI or what happens to CPI if food and fuel are included? ഫുഡ് ഫ്യൂവൽ ലിസ്റ്റിലുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഇൻഡെക്സിന് മാറ്റങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മാറ്റമില്ലയോ? 2 തവണ കൂട്ടാനോ? നീ പെട്രോളാണോ കഴിക്കുന്നത്? ഫുഡോ? അത് പെട്രോൾ ഫുഡാണോ? അതുകൊണ്ട് ഞാൻ ഫുഡും ഫ്യൂവലും എന്നാണ് പറഞ്ഞത്. ഫുഡ് ഫിലോസഫിക്കൽ എസ്സേ ഒന്നും എഴുതാനല്ല പറഞ്ഞത് ഇവിടെ. ഫ്യൂവല് വണ്ടിക്ക് ഫുഡാണ്. യെസ്, ഫുഡ് ആൻഡ് ഫ്യൂവൽ ആർ മോർ വോളറ്റൈൽ പ്രൈസസ് അല്ലേ? ഇപ്പം തക്കാളി ഇപ്പം ഇരിക്കുന്ന വില ആയിരിക്കത്തില്ല 5 മിനിറ്റ് കഴിഞ്ഞാൽ കടയിലോട്ട് പോയി ചോദിച്ചാൽ. സോ ദി പ്രൈസസ് ക്യാൻ ചേഞ്ച് ക്വിക്ക്ലി. റാപ്പിഡ് പ്രൈസ് ചേഞ്ച് ഉണ്ടാവും. സോ ദാറ്റ് വിൽ അഫക്ട് ദി ഇൻഡെക്സ്. അപ്പം പിന്നെ ഇതിൻ്റെ ഫുൾ പരിപാടി അവരുടെ തന്നെ. WPI ഉണ്ടോ? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ. ഫുൾ പരിപാടി അവർ ചെയ്തോണം കേട്ടോ. അപ്പോൾ ഫുഡും ഫ്യൂവലും ഉണ്ടെങ്കിൽ, സിൻസ് ദോസ് ടു ആർ വോളറ്റൈൽ, പ്രൈസസ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ, ദി ഇൻഡെക്സ് വിൽ ചേഞ്ച് റാപ്പിഡ്ലി. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ഇറക്കുന്നതിൻ്റെ ഗുണം കിട്ടത്തില്ല. മനസ്സിലായോ? പെട്രോളിന് ഇന്നത്തെ വില നാളെ മാറും, മറ്റന്നാൾ മാറും. അതേസമയം അതിനകത്ത് ബാക്കിയുള്ള ഇപ്പോൾ ബേക്കറി ഐറ്റത്തിനൊന്നും വിലയൊന്നും അങ്ങനൊന്നും മാറത്തില്ല. പിന്നെ വില തുണി, ചെരുപ്പ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ഷർട്ടിനൊരു വില, നാളെ ഷർട്ടിന് വേറൊരു വില, അങ്ങനെയൊന്നും ഇല്ല. അത് കുറേ കാലം നിലനിൽക്കും. അപ്പോൾ നമ്മളെന്തിനാണ് ഈ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്? ടു മെഷർ ദി പ്രൈസ് ചേഞ്ച്. അപ്പം പ്രോപ്പറായിട്ട് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ. Gallant IAS, chasing your passion to ace.